ചാനലിനായി സ്ത്രീകളെ പരിശീലിപ്പിക്കുന്നതിനായാണ് മീഡിയ ശ്രീ പദ്ധതി ആരംഭിച്ചത്. ഇതിനായി കോഴിക്കോട്ടുള്ള സൗത്ത് ഏഷ്യൻ കോളേജ് ഓഫ് ജേർണലിസം എന്ന സ്വകാര്യ സ്ഥാപനത്തിന് ക്രമവിരുദ്ധമായി 6.38 കോടി രൂപ കൈമാറിയതായി കണ്ടെത്തി. 978 പഞ്ചായത്തുകളിൽ നിന്നും ഡോക്യുമെന്ററി നിർമ്മാണത്തിനായി 65,000 രൂപ വീതം സ്വകാര്യ സ്ഥാപനത്തിന് നൽകിയിട്ടുമുണ്ട്. KSFDCയെ മറികടന്നാണ് കോഴിക്കോടുള്ള സ്വകാര്യ സ്ഥാപനത്തിന് കരാർ നൽകിയത്. വനിതകൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകാത്ത മീഡിയ ശ്രീയുടെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്ന് CAG റിപ്പോർട്ടിലൂടെ ശുപാർശ ചെയ്യുന്നു. മുംബൈയിലെ ടിസ്സുമായി സഹകരിച്ചുകൊണ്ട് കൊണ്ടുവന്ന കമ്മ്യൂണിറ്റി കോളേജും NRLMന്റെ അനുമതിയില്ലാതെയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ യോഗ്യത ഉയർത്താൻ ലക്ഷ്യമിട്ട പദ്ധതി 16 ലക്ഷം രൂപ വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട്. വിധവകൾക്കുൾപ്പെടെ 3400 സ്ത്രീകൾക്ക് ജോലി വാഗ്ദാനം ചെയ്ത പുനർജനിയിലൂടെ ജോലി ലഭിച്ചത് 6% പേർക്ക്. അട്ടപ്പാടിക്ക് 9 കോടി രൂപ നഷ്ടമാക്കിയതായും ഇന്റർനാഷണൽ കോൺഫറൻസിലെ 82.78 ലക്ഷം രൂപയുടെ സാമ്പത്തിക ക്രമക്കേടും ഉൾപ്പെടെ കുടുംബശ്രീയിലെ വൻ വീഴ്ചകളാണ് CAG റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ഈ മാസം തന്നെ CAG റിപ്പോർട്ടിൽ വിശദീകരണം നൽകുമെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ S. ഹരികിഷോർ അറിയിച്ചു. കുടുംബശ്രീയുടെ താഴെത്തട്ടിലുള്ള സ്ത്രീകൾക്ക് യാതൊരു പ്രയോജനവും ലഭ്യമാകാത്ത പദ്ധതികളാണ് ഉന്നത ഉദ്യോഗസ്ഥർ നടപ്പിലാക്കിയത്. കോടികളുടെ അഴിമതിയിലെ അന്വേഷണം അന്നത്തെ ഭരണ നേതൃത്വത്തിലേക്കും നീങ്ങുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പി. വിദ്യ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.